Hi, this side Anish Mohammed, wellness coach, nutritionist. We help people to achieve their fitness goal and financial goal through online and offline. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അത് മറ്റൊന്നല്ല, ബെല്ലി ഫാറ്റ് എന്നാണ്. നിങ്ങൾ ഇതുവരേക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് യഥാസമയമുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിൽ സഹായകരമാകുമെന്നുള്ളത് ഒരു സംശയമില്ല. ഒരു ഹിപ്നോട്ടിക് ഫാറ്റ് ലോസ് എക്സ്പേർട്ട് എന്ന നിലക്ക് ഞാൻ ഈ സംഭാഷണം നിങ്ങളുടെ മുന്നിൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സ്വർണ്ണാഭരണം അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഐഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ എപ്പോഴെങ്കിലും അഴുക്കുചാലിലോ അല്ലെങ്കിൽ ചപ്പുചവറുകളുടെ കൂനയിലോ കൊണ്ടുപോയിടുവോ? ഒരിക്കലുമില്ല. എന്നാൽ അതിനേക്കാൾ വിലമതിക്കാനാവാത്ത നിങ്ങളുടെ ഈ ശരീരം, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വയറിലെ കൊഴുപ്പ് എന്നുള്ളത് വെറും ഒരു വണ്ണത്തിന്റെ പ്രശ്നമല്ല, അതൊരു നിശബ്ദ കൊലയാളിയാണ്, സൈലന്റ് കില്ലറാണ്. ഇന്നിവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് വളരെ ലളിതമായ, എന്നാൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, നിങ്ങളുടെ പാൻറ്റിന്റെ ബെൽറ്റ് ഓരോ ഇഞ്ച് ലൂസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ആയുസ്സിലേക്ക് നിങ്ങൾ വർഷങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സ്ത്രീകൾക്ക് 80 സെന്റിമീറ്ററിന് മുകളിലും പുരുഷന്മാർക്ക് 90 സെന്റിമീറ്ററിന് മുകളിലുമാണ് അരവണ്ണം ഉണ്ടാവേണ്ടതെങ്കിൽ നിങ്ങളുടെ ശരീരം ഒരു ടൈം ബോംബ് പോലെയാണ് എന്ന് നിങ്ങൾ കണക്കാക്കുക. അത് എപ്പോൾ വേണമെങ്കിലും പ്രമേഹമോ ഹൃദ്രോഗമോ ആയിട്ട് പൊട്ടിത്തെറിക്കും. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു വണ്ണമല്ല യഥാർത്ഥത്തിൽ ഉള്ളിലെ അവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫാറ്റ് ഉണ്ട്. ഇതിന്റെ പേരാണ് വിസറൽ ഫാറ്റ്. ഇതാണ് യഥാർത്ഥ ശത്രു. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് ഉദാഹരണം പറയാം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഫ്രിഡ്ജ് പോലെയാണ്. കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ഭക്ഷണം നമ്മൾ വരാതിരിക്കാൻ ഈ ഫ്രിഡ്ജിൽ നമ്മൾ വെക്കാറുണ്ടല്ലോ. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും, അല്ലേ? ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കും. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ദിവസവും പുതിയ ആഹാരം വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ നിറക്കുന്നുണ്ട് ഉണ്ടല്ലോ, പക്ഷെ പഴയതെടുത്ത് ഉപയോഗിക്കുന്നേയില്ല. കുറച്ച് കഴിയുന്ന സമയത്ത് ഫ്രിഡ്ജിന് എന്താ സംഭവിക്കുക? ഫ്രിഡ്ജ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. നമ്മുടെ ശരീരവും ഇതുപോലെ തന്നെയാണ്. നാം കഴിക്കുന്ന ആഹാരം ഊർജമായി ചെലവാക്കുന്നില്ലെങ്കിൽ, ദാറ്റ് മീൻസ് ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ശരീരം ആ ഫ്രിഡ്ജിൽ വെച്ചതുപോലെ തന്നെയായി മാറും. അഥവാ വയറിൽ കൊഴുപ്പായി സ്റ്റോർ ചെയ്യപ്പെടും. ഫ്രിഡ്ജിന് ഒരു പരിധിയുണ്ട്, പക്ഷേ നമ്മുടെ വയറിന് അതില്ല. അത് വീർത്ത് കൊണ്ടേയിരിക്കും. അതാണ് ഒബീസിറ്റി ആയി മാറുന്നത്. സാധാരണഗതിയിൽ പറയാറില്ലേ, ഒബീസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഡിസീസസ്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു ഒബീസിറ്റി, വയറ്, ബെല്ലി ഫാറ്റ് എന്നൊക്കെ പറയുന്നില്ല, ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? പ്രധാനമായിട്ട് 4 കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് സ്ട്രെസ്സാണ്, രണ്ടാമത്തത് ഷുഗറാണ്, മൂന്നാമത്തത് നീണ്ട ഇരുത്തമാണ്, നാലാമത്തത് ഉറക്കമില്ലായ്മയാണ്. സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ വർക്കാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാകാം, നിങ്ങളുടെ ബിസിനസ് ആകാം. ഇതിലൊക്കെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ശരീരം കോർട്ടിസോൾ എന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് വയറിൽ കൊഴുപ്പ് പശ പോലെ ഒട്ടിപ്പിടിക്കാൻ കാരണമാവും. രണ്ടാമത്തത്, അതിലൂടെ നമുക്ക് വെയിറ്റ് കുറയില്ല, ബെല്ലി ഫാറ്റ് പോവില്ല. രണ്ടാമത്തെ ഷുഗറാണ്. ഇതെല്ലാവർക്കും അറിയാം. പഞ്ചസാര എന്നുള്ളത് ഒരു സ്ലോ പോയിസൺ ആണ്. മഹാത്മജി പോലും പറഞ്ഞിട്ടുണ്ട്, ഇത് നേരിട്ട് കൊഴുപ്പായിട്ടാണ് പരിണമിക്കുന്നത് അഥവാ കൺവേർട്ട് ആവുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് സിറ്റിംഗ്, ഒരു നീണ്ട ഇരുത്തം. ഇരിപ്പ് എന്നുള്ളത് ഒരു പുതിയ ഒരു പുകവലിയോടാണ് എനിക്ക് ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത്. പുകവലി എന്താ ഉണ്ടാക്കുക? ശ്വാസകോശത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുക. നീണ്ട നേരത്തെ ഇരിപ്പ് നിങ്ങളുടെ മെറ്റബോളിസത്തെ മുഴുവനായിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ ഒരു കാര്യമാണ് ഉറക്കമില്ലായ്മ. രാത്രി ഇൻസോമാനിയ എന്നൊക്കെ പറയും. രാത്രി ശരിയായി ഉറങ്ങാത്ത ഒരാൾക്ക് എത്ര വ്യായാമം ചെയ്താലും വയറ് കുറക്കാൻ സാധിക്കില്ല എന്നത് തീർച്ചയാണ്.
ആണോ അല്ലേ? ഇതിനെന്താണ് പരിഹാരം? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പരിഹാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്. നമ്പർ 1, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫൈബർ എന്ന് പറയുന്നത് ഒരു വൈക്കം ക്ലീനറാണ്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടലിലൂടെ ഒരു വൈക്കം ക്ലീനർ ഓടിക്കുന്നത് പോലെയാണ്. ഉദാഹരണം, വെറും 10% ഫൈബർ അധികമായി കഴിച്ചാൽ വയറിലെ കൊഴുപ്പ് 4% കുറയും. പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റണം. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരു സമയത്ത് ഈ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. ബട്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിച്ചപ്പോൾ വെയിറ്റ് ലോസ്, ഒബീസിറ്റി, ബെല്ലി ഫാറ്റ് പെട്ടെന്ന് കുറയാൻ സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ തീപ്പൊരിയാണ് ഭക്ഷണം എന്നുള്ളത് നമുക്കറിയാം. ഇതിനെ ദഹിപ്പിക്കാൻ ശരീരം കലോറി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് തെറാമിക് ഇഫക്റ്റ് എന്നാണ് വിളിക്കുക. ഉദാഹരണം, കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാൻ ചെറിയ തരത്തിലുള്ള കനൽ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോട്ടീൻ ദഹിപ്പിക്കാൻ വലിയൊരു തീക്കുണ്ടം തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ കലോറി ദഹന സമയത്ത് തന്നെ കത്തിയാൻ വരും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിലേക്ക് ഡംപ് ചെയ്യപ്പെട്ടിട്ടുള്ള കലോറിയും ഫാറ്റിനെ അഥവാ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബെല്ലി ഫാറ്റ് ഒക്കെ റെഡ്യൂസ് ആവുകയും ചെയ്യും. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രാൻസ് ഫാറ്റ് പാടെ ഒഴിവാക്കുക. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാക്കറ്റ് അടങ്ങിയിട്ടുള്ള പ്രോസസ് ഫുഡുകൾക്ക് പറയുന്ന പേരാണ് ട്രാൻസ് ഫാറ്റ്. ബേക്കറി പലഹാരമാവുക, പാക്കറ്റ് ഫുഡ് ആവുക, ഇതൊക്കെ ട്രാൻസ് ഫാറ്റ് ആണ്. ശരീരം ഇത് ദഹിപ്പിക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഇത് കോശങ്ങൾക്ക് വീക്കമുണ്ടാക്കും. ഇതിനെ പറയുന്ന പേരാണ് ഇൻഫ്ലമേഷൻ. നാലാമത്തെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ് നേരത്തെയുള്ള അത്താഴം, നേരത്തെയുള്ള ഭക്ഷണം. ഇതൊരു സിറ്റി ട്രാഫിക് പോലെയാണ് ഉദാഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത്, തിരക്കുള്ള ഒരു റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അത് ബ്ലോക്ക് ഉണ്ടാക്കും. രാത്രി ഒരു 7-8 മണി ആകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ പറ്റണം. നമുക്ക് ഉറങ്ങുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പേ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ആ ഊർജം കൃത്യമായി ഉപയോഗിച്ച് തീർക്കും. അല്ലെങ്കിൽ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അത് ഉറക്കത്തിൽ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അഞ്ചാമതൊരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ഈ 4 കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ ഫാറ്റും പോലെ ബെല്ലി ഫാറ്റും പോലെ. സ്ട്രെസ് മാനേജ്മെന്റ്. ഒരു സിംഹം മുന്നിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു ഫീലിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. പണ്ട് കാട്ടിൽ സിംഹത്തെ കാണുന്ന സമയത്ത് ഓടാൻ വേണ്ടിയാണ് ശരീരം സ്ട്രെസ് ഹോർമോൺ വഴി ഗ്ലൂക്കോസ് റിലീസ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ ഇരിക്കുന്ന സമയത്ത് ഇതേ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓടുന്നില്ല. ഈ ഒരു ഗ്ലൂക്കോസ് നേരെ വയറിലേക്കാണ് കൊഴുപ്പായി പോകുന്നത്. ഇതിൻ്റെ പരിഹാരം എന്താ? കൃത്യമായി എക്സസൈസ് ചെയ്യുക, നടക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക, പ്രകൃതിയിലെ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ആരോഗ്യം എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല, ഗോളല്ല, അതൊരു ജീവിത രീതിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ച് ഈ ടിപ്പുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വയറിലെ കൊഴുപ്പ് കുറക്കാൻ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാം. ഞങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിൽ നിങ്ങൾക്ക് ഭാഗമായി മാറുക. സോ അതുവരേക്കും ബൈ.